അളിയ അളിയ എന്താടാ അവളെന്നെ വീട്ടിലേക്ക് വിളിച്ചടാ. ഓ പിന്നെ ഇത് വല്ല ഫേക്ക് ഐഡി ആയിരിക്കും. ഒന്ന് പോടാ, കാലം കുറേ ഈ പരിപാടി വന്നിട്ട് ഫേക്കാണോ ഒറിജിനലാണോ ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നത്. ഇത് ഒറിജിനൽ അക്കൗണ്ട് തന്നെ. ആണോ? എന്നാ ഞാനും വരാം. ഓ പിന്നെ ഓ കൊണ്ടുപോകാം. അളിയാ ഒരുമാതിരി വർത്താനം പറയുന്നു. ഇമാതിരി പരിപാടികൾ നമ്മൾ ഒരുമിച്ച് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ഞങ്ങളും വരും. അത് ശരിയാ. അവിടെ ചെന്നിട്ട് നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ. ഓക്കെ ഓക്കെ. തിമിസ്, അധികം ആരും കേട്ടിട്ടില്ലാത്ത ഒരു പേരാണത്. ഗ്രീക്കിലെ ഗോഡസ് ഓഫ് ജസ്റ്റിസിൻ്റെ പേര്, നിയമത്തെ കാക്കുന്ന ദേവതയുടെ പേര്. നമ്മുടെ നാട്ടിലെ കോടതി മുറികളിലുമുണ്ട് തിമിസിൻ്റെ രൂപം. അവളുടെ ഒരു കയ്യിലെ സമാസമത്തിൽ നിൽക്കുന്ന ത്രാസ് നിയമത്തിനും നീതിക്കും മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് സൂചിപ്പിക്കുന്നു. എന്നാൽ പലപ്പോഴും ആ നിയമത്തിലും നീതിയിലും വിട്ടുവീഴ്ചകൾ വരാറുണ്ട്. അപ്പോൾ അവൾ മറുകൈയിലെ വാളുപയോഗിച്ച് നീതി നടപ്പിലാക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ചെയ്തു തീർക്കാൻ ഉദ്ദേശിക്കുന്ന ഈ കഥയ്ക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേരാണ് തെമിസ്. ഹായ്. ഹായ്. ഇന്നലെ ജോഗിങ്ങിന് ഇടില്ലല്ലോ. ഇന്നലെ അകത്ത് തന്നെയായിരുന്നു, പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. ഓ, കഥ എഴുത്തായിരിക്കും അല്ലേ? ആ, തന്റെ ആർട്ടിക്കിൾ ഞാൻ വായിച്ചായിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. താങ്ക്സ്. രാഹുൽ പറഞ്ഞ ശരിയാണ്. ഇന്നലെ മുഴുവൻ ഞാനൊരു കഥ എഴുതുമായിരുന്നു, മീര എന്ന പെൺകുട്ടിയുടെ കഥ. അവളെ ഒരുപക്ഷെ ആർക്കും അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ അവളെ എല്ലാവരും മറന്നുപോയിരിക്കാം. ഒരിക്കൽ എല്ലാ ദിവസത്തെയും പോലെ തന്നെ വൈകിയാണ് അവൾ സ്കൂളും ട്യൂഷനും ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടന്നത്. എന്നാൽ ആ ദിവസം ആ വഴിയിൽ വെച്ച് അവൾ 3 പേരാൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. എന്നിട്ട് ഉപയോഗം കഴിഞ്ഞൊരു കടലാസ് പോലെ ആ വഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അന്നത് വലിയൊരു വാർത്ത തന്നെയായിരുന്നു. പത്രങ്ങളിൽ കട്ടിയുള്ള അക്ഷരങ്ങളിൽ അവളുടെ പേരച്ചടിച്ചു വന്നു. മാനവും പകുതി ജീവനും നഷ്ടപ്പെട്ട അവളുടെ വാർത്തകൾ കൊണ്ട് ചാനലുകൾ റേറ്റിംഗ് കൂട്ടി. മീരയോട് ഈ ക്രൂരത ചെയ്ത ആ 3 പേർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന മുദ്രാവാക്യവുമായി യുവജന സംഘടനകൾ ഒത്തുകൂടി. സോഷ്യൽ മീഡിയാസിലാകട്ടെ ജസ്റ്റിസ് ഫോർ മീര എന്ന ഹാഷ്ടാഗുകൾ കൊണ്ട് നിറഞ്ഞു. പിന്നീട് മറ്റേതോ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഈ പറഞ്ഞവരെല്ലാം അവളുടെ പിന്നാലെ പോയി. ലഭിക്കേണ്ട നീതി വാചകങ്ങളിൽ നിന്നല്ലാതെ മറ്റൊരിടത്തു നിന്നും അവൾക്ക് കിട്ടിയില്ല. പക്ഷേ മീരയ്ക്കിപ്പോൾ ആരോടും പരാതികളില്ല. കാരണം ഈ പോയ നാളുകളിൽ അവൾ മനസ്സിലാക്കി, അവളെപ്പോലെ തന്നെ നീതി നിഷേധിക്കപ്പെട്ട 1000 പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവൾക്കറിയാം ഇവിടെ നഷ്ടങ്ങൾ നഷ്ടപ്പെട്ടവരുടെ മാത്രമാണെന്ന്. കഥ പറഞ്ഞ് ബോറടിപ്പിച്ചെങ്കിൽ ക്ഷമിക്കുക. ഈ കഥ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നാളെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ ഇങ്ങനെ സംഭവിച്ചാൽ അവളും മറ്റൊരു മീരയായി മാറും എന്ന ഓർമ്മപ്പെടുത്തൽ.
finishing something. I'll call you back. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി പെൺകുട്ടിയെ പീഡിപ്പിച്ച് മൂവർ സംഘത്തെ കോടതി നിരുപാധികം വിട്ടയച്ചു. പ്രതികൾ പ്രായപൂർത്തിയാകാത്തതിനാലും വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കാൻ കഴിയാത്തതിനാലുമാണ് ഈ വിധി എന്ന് കോടതി വിശദീകരിച്ചു. അളിയാ എന്താടാ? അവളെന്നെ വീട്ടിലേക്ക് വിളിച്ചടാ. ഓ പിന്നെ ഇത് വല്ല ഫേക്ക് ഐ ഡി ആയിരിക്കും. ഒന്ന് പോടാ, കാലം കുറേ ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട്. ഫേക്കാണോ ഒറിജിനൽ ആണോ എന്നൊക്കെ ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലാവും. ഇവൻ പറയുന്നത് ശരിയാണെന്നാ തോന്നുന്നത്. ഇത് ഒറിജിനൽ അക്കൗണ്ട് തന്നെ. ആണോ? അന്ന് ഞാനും വരാം. ഓ പിന്നെ ഇപ്പോൾ കൊണ്ടുപോവാ. അളിയാ ഒരുമാതിരി വർത്താനം പറയുന്നു. ഇമാതിരി പരിപാടികൾ നമ്മൾ ഒരുമിച്ച് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് ഞങ്ങളും വരും. അത് ശരിയാ. അവിടെ ചെന്നിട്ട് നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിലേ. ഓക്കെ ഓക്കെ. ഡാ പ്രശ്നമാവോ? എടാ നീ പേടിക്കാതടാ, നമ്മളിത് എത്രോളം വരെ പൊക്കിയതാ. You wanna have some drink with me?